Hi, magic morning to all. ഹാപ്പി ആണല്ലോ എല്ലാവരും. ഓക്കെ, അപ്പോ കേൾക്കാലോ? ഓഡിയബിൾ അല്ലേ? യെസ്, താങ്ക് യു. പിന്നെ ഇന്ന് നമുക്ക് പ്രവീണ മാമിന്റെ സെക്ഷൻ ആണ്. പ്രവീണ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NFT സർട്ടിഫൈഡ് ഡിസൈനറും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും ആണ് പ്രവീണ മാം. അപ്പം മാം വരുന്നത് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് വെച്ചിട്ടായിരിക്കും അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം ആപ്പിൾസ് ടു ആപ്പിൾ എന്നുള്ള ടോപ്പിക് ആയിരുന്നു മാം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് എടുക്കുന്നത് റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പം ഇന്ന് മാമിന്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾക്കിപ്പം റെയിൻ അല്ലെങ്കിൽ മഴ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാമോ? പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. പലർക്കും പല കാര്യങ്ങളായിരിക്കും ഓർമ്മ വരിക അല്ലെ? നിങ്ങളുടെ മനസ്സിലേക്ക് മഴ എന്ന് ഓർക്കുമ്പോൾ പല കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഓർക്കാൻ പറ്റുക. പെട്ടെന്ന് കമന്റ് ചെയ്യാമോ? മഴയെ കുളിച്ചത് സുലഹേമ, താങ്ക് യു. ആർക്കും ഒന്നും ഓർമ്മ വരുന്നില്ലേ? സ്കൂൾ ഡേയ്സ് മഴ കണ്ടിരിക്കുന്നത്. മീൻസ് ഞാൻ ചോദ്യം എന്ന് പറയുന്നത് പ്രവീണ മാമിന്റെ ഇന്നത്തെ ടോപ്പിക് റെയിൻ ആണ്. അപ്പൊ റെയിൻ മഴ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് പെട്ടെന്ന് ഓടി വരുന്നതെന്നൊന്ന് കമന്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എന്റെ മനസ്സിൽ വരുന്നത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതാണ്. വെള്ളപ്പൊക്കം, ഓക്കെ. ബസ്സിൽ പോകുമ്പോൾ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പം ഇന്നത്തെ ഈ ടോപ്പിക് ബേസ് ചെയ്തിട്ട് മാം എന്ത് നമ്മൾക്ക് എന്ത് ഇൻഫോർമേഷൻ ആണ് നമുക്ക് പറയുന്നത്, ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് അല്ലേ? മുഫീദ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളെ കൂട്ടിച്ചേർത്ത സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിതിലേക്ക് കടക്കാം. മുഫീദ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്റെ എൻട്രി ഒരിക്കൽ കൂടി ഒരു എളുപ്പമുള്ളതാക്കി. കാരണം മഴ എന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തരെ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചിലവർക്ക് അത് ഭയങ്കര കുളിർമയാണ്, ചിലർക്ക് അനുഭവിച്ച നനഞ്ഞ നിമിഷങ്ങളാണ്. എന്നാൽ അബ്ദുൾ റസാഖ് സാറ് സിന്ധു മാമൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? വെള്ളപ്പൊക്കം. അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മഴ പെയ്താൽ വെള്ളം പൊങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്, നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലൊക്കെയാണ് അവരുടെ ചിന്തകൾ പോയത്. നമ്മുടെ ചിന്തയാണ് നമ്മുടെ അങ്ങനത്തെ ഒരു കണക്ഷനിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ റെസ്പോൺസിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് നമുക്കത് ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് ചിന്തിച്ചത്? കാരണം മഴ നല്ലൊരു അനുഭവമാണ്. വേനൽക്കാലത്ത് ഒരു മഴ ലഭിക്കുമ്പോൾ നമുക്കത് നല്ല സുഖമായിട്ട് അനുഭവപ്പെടാറുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം, നല്ല കാറ്റ്, ചിലർ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഇനി മറ്റൊരു കാര്യം, ഒരിക്കൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൂറിലാണെന്ന് വെക്കും, നമ്മൾ എന്ത് പറയും? ഓ, ഈ മഴ കാരണം ഇന്നത്തെ ടൂറും കുളമായി എന്ന് നമ്മൾ പറയും. പക്ഷെ ഈ മഴ കർഷകന് വല്ലാത്തൊരു അനുഗ്രഹമാണ്. കാരണം അവിടെ അദ്ദേഹം ഈ മഴയും കാത്തിരിപ്പാണ്. അവിചാരിതമായി കടന്നു വന്ന മഴ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടാകുമ്പോൾ അവിചാരിതമായി കടന്നു വന്ന മഴ ഒരു കർഷകനെ സംബന്ധിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു അനുഗ്രഹമാണ്. എന്നാൽ ഇന്നത്തെ ടോപ്പിക് ഒരു ഡിഫറെന്റ് രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ റെയിൻ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ ആണ്. സ്പിരിച്വലായി നമ്മളെ സഹായിക്കുന്ന, ഒരുപാട് നമ്മളെ കരുത്തോടെ മുന്നോട്ട് നമ്മൾ സഹായിക്കാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ് റെയിൻ എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മളിപ്പോ മെഡിറ്റേഷനിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, ഞാൻ അതിനെ മറക്കാനും പൊറുക്കാനും തയ്യാറാണ്. പക്ഷെ ഈ മറക്കാനും പൊറുക്കാനും തയ്യാറാകുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള കാരണം കൂടി നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്.
ഇല്ലെങ്കിൽ എത്ര മറന്നാലും പൊറുത്താലും നമ്മളിലേക്ക് പിന്നെയും അതേ അല്ലെങ്കിൽ അതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി പോകും. അപ്പൊ എന്താണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചത് എന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പണ്ട് എപ്പോഴോ എന്തോ കാര്യം ചെയ്തതിന്റെ പേരിൽ എനിക്ക് വന്ന ഒരു മറുപടിയാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ വിഷമിപ്പിക്കുന്ന ഇത്തരം ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ റെയിൻ മെഡിറ്റേഷൻ നമ്മെ ഒരുപാട് സഹായിക്കുമെന്നാണ് പറയുന്നത്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കുകയൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് തോർന്നങ്ങ് ഒലിച്ചു പോകും. ഈ തോർന്നൊലിച്ചു പോകുന്നത് നമ്മുടെ മനസ്സിൽ വിഷമിപ്പിച്ചിട്ടുണ്ടായ ഒരു അവസരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പൂർണ്ണമായും കഴുകിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകണം. എങ്കിൽ മാത്രമേ പിന്നീട് അത്തരം ഒരു മഴ വരുമ്പോൾ നമുക്കത് തിരിച്ചറിയാനും അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാനും പിന്നീട് ഞാൻ ഏതൊക്കെ രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു അവയർനെസ്സിലേക്ക് നമ്മെ കൊണ്ടുപോകുകയുള്ളൂ. റെയിൻ എന്ന് പറയുന്ന ഓരോ വാക്കും ഒരു സൂചനയാണ്. നമുക്ക് അതിലേക്ക് പോയതിനു ശേഷം നമ്മളെ ബുദ്ധിമുട്ടിച്ച് ഏതെങ്കിലും ഒരു അവസ്ഥയെ നമുക്ക് ചൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം റെയിൻ എന്ന ഓരോ വാക്കും നമുക്ക് ആ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് എടുത്ത് നമുക്ക് അതിനൊന്ന് കീറി മുറിക്കാം. അപ്പൊ ആദ്യം പറയുന്നത് ആറാണ്. അതായത് റെക്കഗ്നൈസ്, തിരിച്ചറിയുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ചിലർക്ക് റെയിൻ വല്ലാത്തൊരു, അതായത് മഴ എന്ന് പറയുന്നത് വല്ലാത്തൊരു സുഖമുള്ള ഒരു അനുഭവമാണ്. ഞാൻ സ്കൂൾ കാലത്തെ ഓർക്കുന്നു. ഇവിടെ നാം ചെയ്യേണ്ടത്, ഇപ്പൊ അബ്ദുൾ റസാഖ് സാർ പറഞ്ഞു വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. ഇതൊരു എക്സാമ്പിൾ ആക്കി എടുത്തിട്ടാണ് ഞാൻ ഇത് കൂടി പറയുന്നത് പോലും. അതായത് റെയിൻ എന്ന് പറയുന്ന ആദ്യത്തെ ആ റെക്കഗ്നൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ ഒരു കമന്റ് പറയാനിടയായി, എനിക്കത് സ്കൂൾ കാലത്തെ ഓർമ്മപ്പെടുത്തി എങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്, അത് തിരിച്ചറിയണം. അതായത് ആ സമയം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. അത് എഴുതിയ വ്യക്തി ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് മീൻസ് അതെനിക്ക് സുഖമുള്ള ഒരു അനുഭവമായിരുന്നുവെങ്കിൽ അതിന് പിന്നിൽ അത്തരത്തിൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാരണമുണ്ട്. അത് നാം റെക്കഗ്നൈസ് ചെയ്യണം എന്നർത്ഥം. ഇനി അബ്ദുൾ റസാഖ് സാറ് പറഞ്ഞു വെള്ളപ്പൊക്കം, സിന്ധു മാം പറഞ്ഞു വെള്ളപ്പൊക്കം. എന്തുകൊണ്ട് ഞാൻ ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറഞ്ഞു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. അതിനെക്കുറിച്ച് എഴുതി നോക്കണം. ഈ വെള്ളപ്പൊക്കം എന്ന് ഞാൻ പറയാൻ അല്ലെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് വന്ന എന്തെങ്കിലും ഒരു വേദനകളാകാം, അതിനെക്കുറിച്ച് വന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാകാം അത്തരം ഒരു റെസ്പോൺസിലേക്ക് നമ്മെ നയിച്ചത്. അപ്പൊ ആ കാരണത്തെ കുറിച്ച് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ ഞാൻ ഓവർകം ചെയ്യാം എന്നുകൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്ന ആ ഫീലിങ്ങിനെ നമുക്ക് ഓവർകം ചെയ്യാനാവും. റെയിൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നു, എന്റെ മനസ്സിലേക്ക് വന്നൊരു തോട്ടിനെ കുറിച്ച് ഞാൻ പറയാം. പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മഴക്കാലത്ത് വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ എന്റെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടാൻ വലിയ പാടാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഈ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഉണക്കി തരും, നമുക്ക് അതിനെക്കുറിച്ച് ഒരു വേവലാതിയേ ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചത് പെട്ടെന്ന് പറയുമ്പോൾ ഈ ഹോസ്റ്റലിലുള്ള ടോപ്പില് ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് ഇതൊക്കെ തുണികളൊക്കെ വിരിച്ചിടാനാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എന്റെ ചിന്ത പോയത് അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് സ്വാഭാവികമെന്ന് തിരിച്ചറിയണം. അതായത് ആ സമയത്ത് മഴയാണ്, ഉണങ്ങിക്കിട്ടുക. അപ്പൊ ഞാൻ അതിന് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ലെറ്റർ ഒന്ന് നോക്കാം. അക്നോളേജ് ഓർ ആക്സെപ്റ്റ്. എയിലുള്ള അക്നോളേജ് ഓർ ആക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ യെസ്, എനിക്ക് ഇത് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലാണ് റെസ്പോണ്ട് ചെയ്തത്, ഞാനിപ്പോ ഒരു ഭയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, എനിക്കിപ്പോ ഒരു അസൂയയാണ് തോന്നുന്നത്, എനിക്കിപ്പോ ഒരു ദേഷ്യമാണ് തോന്നുന്നത്. യെസ്, ഞാനത് തിരിച്ചറിയുന്നു. എനിക്ക് ഈ ഒരു ഇവന്റ് ഈ വ്യക്തിയെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് പൂർണ്ണമായും ഉൾക്കൊള്ളും. ഇറ്റ്സ് ഓക്കെ എന്നിട്ട് പറയേണ്ടത് ഇത്ര മാത്രം, യെസ്, okay, at this moment I feel angry, I feel sad, I feel fear. ഈ ഫീലിംഗ് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് ഇതാണ് എന്ന് നമ്മൾ അക്നോളേജ് ചെയ്യണം.
ഫോർഗീവ്നെസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അത് തിരിച്ചറിഞ്ഞേ പറ്റൂ. എങ്കിലേ നമുക്ക് അവിടെ അത് മറക്കാനും പൊറുക്കാനും സാധിക്കുകയുള്ളൂ. ഈ വ്യക്തി, ഈ ഇവന്റ് എനിക്ക് സങ്കടമാണ് തന്നത്, ഈ സിറ്റുവേഷൻ, ഈ വ്യക്തി എനിക്ക് എന്നിലുള്ള ഒരു ദേഷ്യമാണ് ഉളവാക്കിയത്, എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത ഭയമാണ് തോന്നിയത്, അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അസൂയയാണ് തോന്നിയത്. ഈ ഫീലിങ്ങിനെ അക്നോളേജ് ചെയ്യണം. ആദ്യം നമ്മൾ അത് തിരിച്ചറിഞ്ഞു, യെസ് എനിക്കിപ്പോ എന്തോന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാനത് റെക്കഗ്നൈസ് ചെയ്തു. ഇനി അതിനെ അതിന്റെ ഒരു അവയർനെസ്സിലേക്ക് എത്തുക. ഈ തിരിച്ചറിഞ്ഞതിന്റെ പിന്നിൽ ഇന്നതാണ് കാരണം എന്ന് തിരിച്ചറിയണം എന്നർത്ഥം. എനിക്ക് സ്കൂൾ കാലഘട്ടമാണ് ഓർത്തതെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട് ഞാൻ ആ സ്കൂൾ കാലഘട്ടം ഓർത്തു? നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർത്തവർക്ക് ഓർക്കാം എന്തുകൊണ്ട് ഞാൻ ഞാനത് എൻജോയ് ചെയ്തു. ആ ഒരു അർത്ഥം കണ്ടുപിടിച്ചാൽ പിന്നീട് സന്തോഷം ഉണ്ടാക്കാൻ നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നുകൂടി മെഡിറ്റേഷൻ പറയുന്നുണ്ട്. മൂന്നാമത്തതായിട്ട് പറയുന്നത്, ശരി ഞാൻ തിരിച്ചറിഞ്ഞു, ഇനി അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എനിക്ക് മഴ എന്ന് പറയുമ്പോൾ ഭയമാണ് തോന്നിയെങ്കിൽ എന്തുകൊണ്ടാണ്, ഏത് കാരണം കൊണ്ടാണ് ഞാൻ അതിനെ ഭയപ്പെട്ടതെന്ന് നാം തിരിച്ചറിയുക. അതിന്റെ കാരണം കണ്ടെത്തുക. ഓർമ്മിച്ച് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഇത് മനസ്സിലിട്ട് കുഴപ്പിക്കാതെ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് ഒരു ബുക്കും പേനയുമായിട്ടായിരിക്കണം. എഴുതുക. എനിക്കിപ്പോ ആ സമയത്ത് തോന്നിയത് സന്തോഷമാണ്, അല്ലെങ്കിൽ ദേഷ്യമാണ്, സങ്കടമാണ്. ഇനി അതിനെ അക്നോളേജ് ചെയ്യുക, അതിനെ തിരിച്ചറിഞ്ഞു അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതിന്റെ പിന്നിൽ മഴ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് കവിതകൾ എഴുതുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. അതിനെ എൻജോയ് ചെയ്യുന്നവരുണ്ട്, അതിനെ ഭയത്തോടു കൂടി കാണുന്നവരുണ്ട്. അയ്യോ മഴക്കാലം വരുന്നു എന്ന് പറഞ്ഞ ഭയത്തോടു കൂടി കാണുന്നവർ. അതിന് പിന്നിലുള്ള കാരണം കണ്ടെത്തുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ കണ്ടെത്തിയേ പറ്റൂ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ വൈ എന്ന ചോദ്യം ചോദിച്ച് മനസ്സിലുള്ള ഓരോ ചോദ്യത്തിനും അക്കമിട്ട് എഴുതി ഉത്തരം കണ്ടെത്തുക. ഇനി അവസാനമായിട്ട് പറയുന്ന എൻ എന്ന് പറയുമ്പോൾ നോൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ശരി ഞാൻ ഇത് ഐഡന്റിഫൈ ചെയ്തു, ഇനി ഞാൻ ഐഡന്റിഫൈ ചെയ്തത് ഇത്രയേ ഉള്ളൂ. മേഘങ്ങളെ പോലെ, മേഘങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അത് കുറച്ച് സമയത്തേക്കേ അത് കാണുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ആകാശത്ത് അതങ്ങ് ലയിച്ചു തരും എന്ന് പറയുന്നത് പോലെ, ഞാൻ കടന്നുപോയ ആ ഇവന്റ് എനിക്കുണ്ടാക്കിയ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് ഇത്ര സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതും ഞാൻ കടന്നു പോകും. അതിന്റെ പിന്നിലുള്ള കാരണം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതിന് ഞാൻ തന്നെയാണ് റെസ്പോൺസിബിൾ എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് കടന്നു വരുന്നത്. അത് എന്ത് തന്നെങ്കിലും ആയിക്കോട്ടെ. മുൻപ് ഞാൻ ഈ വ്യക്തിയുമായി ചിലപ്പോ സംവദിച്ചപ്പോ, അവരുമായി കൂട്ടിമുട്ടിയപ്പോൾ, അവരോട് സംസാരിച്ചപ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ വ്യക്തി എനിക്ക് വേദനകൾ നൽകിയത്. അതിന് പിന്നിലുള്ള കാരണം ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പറ്റൂ. കാരണം കണ്ടെത്തി മാത്രമേ നമുക്കത് ഫോർഗീവ് ചെയ്യാൻ പറ്റൂ. ഫോർഗീവ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് അത്തരം ഒരു അവസരം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നമ്മളത് തിരിച്ചറിയും. അവിടെ പിന്നീട് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മെഡിറ്റേഷൻ ടെക്നിക്, റെയിൻ എന്ന മെഡിറ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ സിറ്റുവേഷനിൽ അനുഭവിക്കുന്നത് ഇതാണെന്നും അതിന് പിന്നിൽ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തിയത് ഇതാണ് അതിന്റെ കാരണം എന്നും കണ്ടെത്തുമ്പോൾ ഇത് വെറും മേഘങ്ങളെ പോലെ അതിനെ ഞാൻ കടന്നു പോയേ പറ്റൂ. കാരണം അത് ഞാനാണ് റെസ്പോൺസിബിൾ. അത് ആകാശത്ത് അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവും. അത് പതുക്കെ പതുക്കെ എന്നിലേക്ക് അവയർനെസ് നൽകുന്നതിനോടൊപ്പം ഇനി വരുന്ന നിമിഷങ്ങളിൽ വീണ്ടും മേഘങ്ങൾ കടന്നു വരുമ്പോൾ, അതെന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, അതെന്നെ ഭയപ്പെടുത്തുമ്പോൾ, അതിൽ ഞാൻ വല്ലാതെ പതറിപ്പോകുമ്പോൾ ഇതും ഞാൻ കടന്നു പോകും എന്നൊരു ചിന്തയിലേക്ക് നാം എത്തും. കാരണം അതിനുള്ള ശക്തിയും അവയർനെസ് എനിക്കുണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും അത്തരം സിറ്റുവേഷനും ഏത് രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യണം എന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇപ്പൊ സിന്ധു മാം ഇത് പെട്ടെന്ന് എനിക്ക് വെള്ളപ്പൊക്കം, കാരണം ആ സമയത്ത് ഒരുപക്ഷെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഒരുപാട് വേദനകൾ ഒരുപക്ഷെ കണ്ടതും കേട്ടതും അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അത് പക്ഷെ ഫോർഗീവ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഭയപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ വേദന എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അതിന് പിന്നിലുള്ള കാരണം ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോ അതൊരു മേഘങ്ങളെ പോലെ
അത് ഈ ആകാശത്ത് അലിഞ്ഞലിഞ്ഞില്ലാതായി. അത് അന്ന് നടന്ന ഒരു സംഭവം മാത്രം. ഇനി വരുന്ന സംഭവങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ അതിനെ അവെയർ ചെയ്യാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യാനും എനിക്ക് സാധിക്കും. ഇനി മഴ എനിക്ക് നല്ല ഓർമ്മകളാണ് നൽകിയതെങ്കിൽ ആ ഓർമ്മകൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ കണ്ടെത്തൂ. വീണ്ടും സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ അവയർനെസ് നിങ്ങളെ സഹായിക്കും. എനിക്ക് സന്തോഷം വേണമെങ്കിൽ ഇത് വേണം. മഴയത്ത് കുളിച്ച കാര്യം പറഞ്ഞു, നനഞ്ഞത് പറഞ്ഞു. എന്തുകൊണ്ടാണ് നനഞ്ഞത് പറയാൻ പറ്റിയത്? അതത് നനഞ്ഞപ്പോ ഉള്ളിൽ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഫീൽ ചെയ്തപ്പോ ഒരു പക്ഷെ സന്തോഷമാണെങ്കിൽ, നല്ലൊരു നിമിഷമാണെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഈ രേഖപ്പെടുത്തലുകളാണ് പിന്നീട് നമ്മുടെ റെസ്പോൺസിലേക്ക് വരുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പൊ ഞാനും ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോന്ന് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോ ഇപ്പൊ ഓഫീസിൽ ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു സിറ്റുവേഷൻ ആണ്. അത് ഞാൻ അവയർനെസ്സിലേക്ക് കൊണ്ടുവരണം. ഇതിന്റെ കാരണം ഇതാണ്. അത് മുന്നേ എപ്പോഴൊക്കെയോ ഞാൻ ഈ വ്യക്തിയുമായി സംവദിച്ചപ്പോ ഞാൻ ഉണ്ടാക്കിയ ഒരു റെസ്പോൺസിന്റെ, ഞാൻ പറഞ്ഞുണ്ടാക്കിയ ഒരു റെസ്പോൺസിന്റെ ഫലം തന്നെയാണ് ഇത്തരത്തിൽ എന്നിലേക്ക് കടന്നു വന്നത് എന്നൊരു അവയർനെസ്സിലേക്ക് ഞാൻ വരുമ്പോൾ, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഞാൻ കാരണമാണ് അത്തരം സിറ്റുവേഷൻ എന്റെ ജീവിതത്തിലേക്ക് ഈ വ്യക്തിയിലൂടെ കടന്നു വന്നത് എന്ന് തിരിച്ചറിയുന്ന ബുദ്ധിമുട്ട് ഒരു മേഘങ്ങളെ പോലെ ആകാശത്ത് അലിഞ്ഞില്ലാതെയാകും. കാരണം ഇത് കടന്നു പോകാനുള്ള ശക്തിയും അവയർനെസ് എന്നിലേക്ക് വന്നു ചേരും. പ്രകൃതി എനിക്ക് അതിനായി ഒരുക്കും. ഈ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഈ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ വല്ലാത്തൊരു ശാന്തതയും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ 4 സ്റ്റെപ്പിലൂടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഇവന്റ് എടുത്തതിന് ശേഷം ഒന്ന് കണ്ണടച്ചിരുന്ന് അതിനെ ആദ്യം ആ ഇവന്റിനെ ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനെ റെക്കഗ്നൈസ് ചെയ്യാം. ആ ഇവന്റിന്റെ സമയത്ത് എനിക്ക് തോന്നിയത് ഭയമാണ്, എനിക്ക് തോന്നിയത് ഒരു വിഷമമാണ്, എനിക്ക് തോന്നിയത് ദേഷ്യമാണ് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് ആ ദേഷ്യത്തിന് പിന്നിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു CBI പോലെ നടന്നു പോവുക. എഴുതി കണ്ടുപിടിക്കുക. അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയാണെന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു അവയർനെസ്സിലേക്ക് എത്തും. അതിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേഘങ്ങളെ പോലെ ഇത് അലിഞ്ഞ് ആകാശത്തില്ലാതെയാകും. ഇതിന്റെ അവയർനെസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കൂടി നമ്മളൊരു അവയർനെസ്സിലേക്ക് എത്തും. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാനാകും. ഓർത്തു നോക്കൂ, ഏതെങ്കിലും ഇപ്പൊ മനസ്സിലേക്ക് പെട്ടെന്ന് ഞാനിത് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഇവന്റിനെ എഴുതി വെക്കുക. 4 സ്റ്റെപ്പിലൂടെ ഒന്ന് കടന്നു പോകുക. സ്വസ്ഥമായി ഇരുന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്കതിന്റെ മിറാക്കിൾസ് അനുഭവിക്കാനാവും. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഇന്നലെ പോലും എനിക്ക് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരു ശക്തിയിലേക്കാണ് എന്നെ പോലും അത് കൊണ്ടുപോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് കടന്നു പോകാനുള്ള ഒരു ശക്തി കൂടി ഈശ്വരൻ നമുക്ക് നൽകും. കാരണം അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മെ കഴുകിക്കളയാനുള്ളതാണ്. നമ്മുടെ ഏറ്റവും നല്ല മികച്ച വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈശ്വരൻ നൽകുന്ന അവസരങ്ങളായി കരുതിക്കൊണ്ട് നമുക്കിതെല്ലാം മേഘങ്ങളെ പോലെ ആകാശത്ത് പരന്ന് ഇല്ലാതായി അവിടെ ഒരു തെളിഞ്ഞൊരു ആകാശം രൂപപ്പെടുത്താൻ പ്രകൃതി തന്നിരിക്കുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ട് ഈ മഴയെ സ്നേഹത്തോടു കൂടി പുണരുക. ആ പുണറിൽ നമുക്ക് ഒരുപാട് കുളിർമ അനുഭവപ്പെടും, നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും. ഒന്ന് നന്നായി അത് കഴിഞ്ഞിട്ട് പുതച്ച് മൂടി കിടന്നുറങ്ങാൻ ഒരു സുഖവും അത് നൽകും. തീർച്ചയായിട്ടും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അതൊരു മിറാക്കിൾസ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. തീർച്ചയാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് ഞാനും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ കടന്നു പോകുന്ന ഈ സിറ്റുവേഷനെ പൂർണ്ണമായും സ്വീകരിക്കാൻ, തിരിച്ചറിയാൻ, അതിന് പിന്നിലുള്ള കാരണം കണ്ടെത്താൻ, അത് എനിക്ക് നൽകിയിരിക്കുന്നത് എന്നെ കഴുകി കളയാനാണ്. എന്റെ മീൻസ് നോൺ ഐഡന്റിഫിക്കേഷൻ. അതായത് അതിനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ പൂർണ്ണമായിട്ടും അത് ഒഴിഞ്ഞ് നമ്മളിൽ നിന്ന് ഒരു മേഘങ്ങളെ പോലെ അലിഞ്ഞ് ആകാശത്ത് പരന്ന് ക്ലിയർ ആയി നമ്മളിലേക്ക് രൂപപ്പെട്ടു വരാൻ ഇത് സഹായിക്കും എന്നർത്ഥം.
അതായത് നമ്മൾ അതിനെ വിറ്റ്നസ് ചെയ്യാം. വിറ്റ്നസ് ചെയ്തതിന് ശേഷം അതിനെ ഒരു മേഘങ്ങളെ പോലെ അതിലില്ലാതാക്കാൻ നമുക്ക് സാധിക്കും. ഒന്നും ശ്രമിച്ചു നോക്കൂ, മിറാക്കിൾസ് നമുക്ക് തിരിച്ചറിയാനാവും. നമ്മുടെ ഉള്ളിലേക്ക്, അകക്കണ്ണിലേക്ക് നമുക്കത് കണ്ണു തുറക്കാൻ സഹായിക്കും. എല്ലാവർക്കും ഈ മെഡിറ്റേഷൻ ഉപയോഗപ്പെടുത്താനാകട്ടെ. ഇത് ഉപയോഗപ്പെടുത്താനാകണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇത് ഏത് നിമിഷവും ടക്ക് എന്നൊരു രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ നമ്മുടെ മുന്നിലേക്ക് വരും. അത് നമ്മളെ സഹായിക്കും തീർച്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഓരോ മഴയെയും സ്നേഹത്തോട് പുണരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം മഴ നാല് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മെഡിറ്റേഷൻ അല്ലേ. ചില സമയത്ത് നമ്മൾ ആ ഒരു മഴ എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷെ ചിലർക്ക് അതൊരു പേടി സ്വപ്നമായിരിക്കും മഴ എന്നുള്ളത്. അപ്പൊ പലരും കമന്റ് ചെയ്ത് തന്നെ അതേ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു റെയിൻ മാമിന്റെ ടോപ്പിക് ബേസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. പെട്ടെന്ന് ചോദിച്ചു, ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്യരുത്. ഓക്കെ, സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. വെള്ളപ്പൊക്കം എന്ന് പറയാൻ കാരണം മാമിന് അറിയാം, നമുക്ക് കുറച്ച് ഒരു ചെറിയ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് മഴ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർമ്മ നമ്മളെ മനസ്സിലേക്ക് വന്നത്. കാരണം ഒരുപാട് പാവപ്പെട്ടവരെ നമ്മള് ഇതിലൊക്കെ കൊണ്ടുപോയി അവരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതലയും കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ നമ്മള് ഫേസ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് പോവാത്തത്. കാരണം ഇവിടെ എല്ലാ വസ്ത്രങ്ങളും എല്ലാ രേഖകളും എല്ലാതും നഷ്ടപ്പെട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് നമ്മളെ കൂടി വന്ന ഓരോരുത്തരെ മനസ്സോടെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. ഓരോരുത്തര് വസ്ത്രങ്ങളും ഫുഡൊക്കെ ഞങ്ങളാണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പൊ അതെല്ലാം മനസ്സിലേക്ക് ഓടി വന്നൊരു നിമിഷം കൊണ്ട് വെള്ളം മഴ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വരുന്നൊരു അനുഭവം അത് തന്നെയായിരുന്നു. പിന്നെ രണ്ടാമത് എനിക്കൊരു സന്തോഷം തരുന്ന ഒരു അനുഭവം കൂടി മഴയിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഓർമ്മ വെച്ചത് മുതൽ ഒരു വാടക വീട്ടിലാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളും. അപ്പോ ആ ഒരു സമയത്ത് സ്ഥലമൊന്നും വാങ്ങിക്കാൻ ഒരു കഴിവുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ 2 സെന്റ് സ്ഥലം വാങ്ങിച്ച് ചെറിയൊരു ചെറ്റൻ പെര ഉണ്ടാക്കിയപ്പോ ആ വീട്ടിലേക്ക് ഈ വാടക വീട്ടിൽ നിന്നും സാധനം റെഡി ആയത്. അപ്പൊ അന്ന് പോണ നേരത്ത് ഗംഭീര മഴയായിരുന്നു. പക്ഷെ ആ മഴ ഞങ്ങൾക്കൊരു ശുഭലക്ഷണമായിരുന്നു. കാരണം ആ മഴയത്താണ് ഞങ്ങൾ ആ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വീണ്ടും 2 സെന്റും കൂടി സ്ഥലം വാങ്ങിക്കുകയും വലിയ വീട് വെച്ച് അതിനുള്ളില് താമസിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവുകയും എനിക്ക് ചെയ്തു. അന്നും മഴ നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ 2 അനുഭവങ്ങൾ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മഴയെ പറ്റി പറഞ്ഞപ്പോ ഈ 2 അനുഭവം എന്റെ മനസ്സിലൂടെ. പക്ഷെ ആദ്യം ഓടിയെത്തിയത് വെള്ളപ്പൊക്കം തന്നെയായിരുന്നു. അപ്പൊ ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു മാം എടുത്തത്. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഓക്കെ, റസാഖ് സർ. ഓക്കെ പ്രവീണ മാം, നല്ലൊരു ഹീലിംഗ് മെഡിറ്റേഷൻ നൽകിയതിന് ആദ്യം നന്ദി പറയുന്നു. ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ. അതുപോലെ തന്നെ ഈ സിന്ധു മാം പറഞ്ഞതാണ് എന്റെയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് കുറെ ആളുകളെ നമ്മൾ ഒഴിവാക്കി, നല്ല പാന്റും ഷർട്ടും പിന്നെ ഇൻസൈഡൊക്കെ ചെയ്ത ആളുകളെ ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന കൂതറകൾ, അതാ ഒഴിവാക്കിയപ്പെട്ട ആളുകൾ, ചളിയിലും വെള്ളത്തിലും പറഞ്ഞത് അനുസരിക്കാത്ത കുറെ പിള്ളേരെ നമുക്ക് ഉപയോഗപ്പെടുത്തിയത്. ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താനും ഒരുപാട് പേരെ തോണിയിൽ കയറ്റിക്കൊണ്ടുവരാനും ഒക്കെ ഞാനും കൂട്ടു നിന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു സഹായം, അന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തതും അവരെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് ഇറങ്ങിയതും തന്നെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വെള്ളപ്പൊക്കത്തിലേക്ക് കയറി വരാൻ കാരണം. നിറഞ്ഞു നിൽക്കുന്ന കുളത്തിൽ ചാടി കുളിക്കാനുള്ള അവസരങ്ങളും അന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നീട് അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അന്ന് ആരും കുളിക്കാൻ വരില്ല, നമ്മൾ മാത്രമേ കുളിക്കാൻ പോവുള്ളൂ. കാരണം വെള്ളം പേടിച്ചിട്ട് പുറത്തിറങ്ങാത്ത ഒരു കാലഘട്ടത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയില്ല. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവരെ ഇടയിലേക്ക് കയറി ചെന്നതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. എന്തായാലും ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ നമുക്ക് മറ്റൊരു വിഭാഗത്തിൽ ഹീലിംഗ് മെഡിറ്റേഷൻ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗം നമ്മളെ
ജീവിതത്തിൽ വന്ന ഇത്തരം സംഭവങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഹീലിംഗ് മെഡിറ്റേഷൻ കിട്ടിയത്. താങ്ക് യു. വെൽക്കം അബ്ദു സർ, പ്രസാദ് സർ. അതായത് ഇവിടെ ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പൊ സിന്ധുമ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 ഇവന്റിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സന്തോഷമുള്ള കാര്യം, ഒന്ന് വിഷമമുള്ള കാര്യം. പക്ഷെ മഴയെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയ ചിന്ത നിങ്ങൾ ശ്രദ്ധിച്ചോ, വിഷമമുള്ള കാര്യമാണ് മനസ്സിലേക്ക് വന്നത്. അതായത് നമ്മൾ ഈ വിഷമം ഉണ്ടാകുമ്പോൾ അതിനെ പുറത്തു നിന്ന് നോക്കി കാണുന്നതിന് പകരം അത് ഹൃദയത്തിലേക്ക് എടുക്കും. ആ വിഷമം വല്ലാതെ ഫീൽ ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രേഖപ്പെടുത്തുമ്പോൾ പിന്നീട് മഴ എന്ന് കേൾക്കുമ്പോൾ അനുഭവിച്ച സന്തോഷത്തെ മാറ്റി നിർത്തി ഈ ദുഃഖത്തെയാണ് കൂടുതൽ. അപ്പൊ എന്ത് കാണുമ്പോഴും അതിനൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ കണ്ട് അവിടെ ഫോർഗീവ്നെസ് നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും ആ ഭയത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും നമ്മളിലേക്ക് വരുന്നത്. അത് വരുമ്പോൾ ഓർക്കുക, അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അന്ന് ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അപ്പൊ അതേ നിവൃത്തി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, ഇനി നല്ലതിന് വേണ്ടി ശ്രമിക്കാം, നല്ലത് പ്രതീക്ഷിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ വീണ്ടും മഴയെ സ്നേഹിക്കാൻ തോന്നും. അപ്പൊ മഴ നമ്മളിലേക്ക് നല്ല അനുഭവങ്ങൾ കൊണ്ടുവരും. ഇനി ആ സമയത്ത് നമ്മളിൽ അങ്ങനെയാണ് ഒരു നിയോഗമെങ്കിൽ നമ്മൾ അത് അതുപോലെ അങ്ങനെ നിയോഗത്തിൽ നമ്മൾ ഏർപ്പെടുക, നമ്മുടെ കർമ്മം പൂർത്തിയാക്കുക. താങ്ക് യു. താങ്ക് യു. താങ്ക് യു റസാഖ് സർ. ഓക്കെ, അപ്പം സിന്ധു മാം ആണെങ്കിലും റസാഖ് സർ ആണെങ്കിലും അവര് പെട്ടെന്ന് മഴ അവരിലേക്ക് വന്നിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിബഡി? ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല? ഷാമിനി മാം? ഗുഡ് മോർണിംഗ്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആണ് എന്നത്തെയും പോലെ. കാരണം എപ്പോഴും നിങ്ങള് കറക്റ്റായിട്ട് എന്താണ് ഒരു പ്രശ്നത്തിന്റെ പരിഹാരങ്ങള്, മെന്റലി നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടുന്ന കാര്യങ്ങളാണ് എപ്പോഴും പറഞ്ഞു തരിക. അപ്പൊ ഇത്തവണയും നിങ്ങൾ മാറ്റി പിടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ഹീൽ ചെയ്യേണ്ടത്, പ്രസാദ് സർ പറഞ്ഞ പോലെ ഹീലിംഗ് മെഡിറ്റേഷൻ തന്നെയാണത്. അപ്പൊ ഹീൽ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് കടന്നുപോയാൽ മാത്രമേ നമുക്കൊക്കെ വളർച്ചയുള്ളൂ. സർ തരുന്ന മെഡിറ്റേഷനിലും ആ ഹീലിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഹീലിംഗിനെ ഏതൊക്കെ രീതിയിൽ ഹീൽ ചെയ്യാം എന്ന പല രീതിയിൽ, കാരണം എല്ലാവർക്കും എല്ലാം കറക്റ്റ് ആവില്ല. ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും അവരുടെ ലൈഫിലേക്ക് സക്സസ് ആക്കുക. നിങ്ങൾ അതിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലളിതമായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ ഏതൊരു തുടക്കക്കാർക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. വളരെ താങ്ക്സ്. താങ്ക് യു. വെൽക്കം. താങ്ക് യു ഷാമിനി മാം. ദിവ്യ മാം? ഹലോ. ഗുഡ് മോർണിംഗ്. കേൾക്കാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇതാണ് എല്ലാ സമയത്തെയും പോലെ തന്നെ മാഡം നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇത്. വളരെയധികം നല്ല എന്താ പറയാ, ഇതിനു മുന്നേ മാം ചെയ്ത കാക്കു ടെക്നിക്കും ഒരു ആപ്പിൾ ടു ആപ്പിൾ എല്ലാതും നല്ലൊരു എന്താ പറയാ പ്രയോജനപ്പെടുന്ന ഇതാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത് കേട്ടത്, റെയിൻ മെഡിറ്റേഷനെ കുറിച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. ഓക്കെ. ഓക്കെ, പുതുതായിട്ടുള്ള ആളുകള് ഇതില് സംസാരിക്കാൻ മുന്നോട്ട് വരാം കേട്ടോ. നസീറ മാം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് ഇന്നത്തെ മോർണിംഗ്. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. കൂടുതലൊന്നും പറയാനില്ല. മഴയെക്കുറിച്ച് ഇത്രയും നല്ലൊരു മെഡിറ്റേഷൻ ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന് ആദ്യമായിട്ടാണ് അറിഞ്ഞത്. പിന്നെ 10-20 വർഷം മുൻപുള്ള സ്കൂൾ ജീവിതമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കുട്ടികളായിട്ട് നനഞ്ഞതും സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇപ്പം മഴ നിൽക്കും പുറത്തു പോകാൻ മടിയാണ്. അന്നൊരു നല്ലൊരു ജീവിതകാലമായിരുന്നു. ഈ ഒരു അനുഭവം കൂടി ഞാൻ ഓർമ്മിച്ചു വന്നു. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു നസീറ. താങ്ക് യു. താങ്ക് യു നസീറ മാം. ഓക്കെ, അപ്പം പുതുതായിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവര് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനോ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ, അല്ലെങ്കിൽ ഞാനൊരു പുതിയ മെമ്പറാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടെങ്കിലും മുന്നോട്ട് വരാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കും ആ ഒരു എന്താ സ്റ്റേജ് ക്ലിയർ ആണെങ്കിലും എല്ലാം നിങ്ങൾക്കും ഒരു ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. ഇതിൽ സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ പറയണം, ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു വരുള്ളൂ. അപ്പം ആരും അടിച്ചു നിൽക്കാതെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ,
പിന്നെ ആർക്കെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? മാമ എൻ എന്ന അതിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയൂ. എൻ അവസാനം. എന്നാണോ? എന്ന് അതെ, പറഞ്ഞ അതെ. നോൺ ഐഡന്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് നമ്മൾ പതുക്കെ പതുക്കെ മറക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻ. അതായത് നമ്മൾ അതിനെ വിറ്റ്നസ് ചെയ്തു, എന്നിട്ട് ആ വിറ്റ്നസ് ചെയ്തതിനെ ജസ്റ്റ് അതൊരു മേഘങ്ങളെ പോലെ കാണുക എന്നാണ് പറയുന്നത്. അതായത് ഈ മേഘങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ പോപ്പപ്പ് ചെയ്യുന്ന എന്നാണ് പറയുന്നത്. അതായത് അത് അലിഞ്ഞത് ആകാശത്തേക്ക് ഇല്ലാതെ, ആ മേഘങ്ങൾ അവിടെ ഉണ്ടാവില്ല, അത് അവിടുന്ന് അങ്ങനെ അലിഞ്ഞ് ഇല്ലാതെയോ അതിനെ ജസ്റ്റ് ഒരു ക്ലൗഡിനെ പോലെ, ഒരു മേഘത്തെ പോലെ, അലിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു മേഘത്തെ പോലെ ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയി എന്നൊരു തിരിച്ചറിവിലേക്ക് ആണ് എത്തുന്നത്. ദാറ്റ് മീൻ അതൊരു ജീവിതത്തിൽ നമ്മുടെ വന്ന ഒരു അനുഭവം മാത്രം. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്താണ് അതിനെ സ്വീകരിച്ച് മറ്റ് വേദന ഉണ്ടാക്കിയ കാര്യത്തെ പതുക്കെ പതുക്കെ അലിയിച്ച് കളയുക. അതായത് നോൺ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പതുക്കെ പതുക്കെ ജീവിതത്തിൽ നിന്ന് ഹീല് ചെയ്ത് കൊണ്ടുവരിക, ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. താങ്ക് യു മാം. വെൽക്കം. ഓക്കെ, താങ്ക് യു ഷൈമിന മാം. ഒരാളാണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നോ? ഓക്കെ, ഇല്ലാന്ന് കരുതുന്നു. അപ്പം നമുക്കിപ്പോ പുതുതായിട്ട് സബ് ഗ്രൂപ്പ്സ് ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ലീഡേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടില്ല. സൂൺ നമ്മൾ അനൗൺസ് ചെയ്യും. ഇന്ന് മാക്സിമം അനൗൺസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം എല്ലാവരും ആ ഒരു സബ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഞാൻ സബ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ട് നോക്കുക. ഗ്രൂപ്പ് നല്ലപോലെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തവരുണ്ടോ ഈ ഒരു ഇതില്? ഇപ്പം ഉള്ളതില് ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ആരെങ്കിലും? പേര് വിളിക്കണോ? അഭിമന്യു, ഓക്കെ. അമർനാഥ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സർ സംസാരിച്ചു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേര് അമർനാഥനാണ്. ഞാൻ ജസ്റ്റ് ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. സാറിന്റെ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ കാലിക്കറ്റാണ്, മുക്കം. ഓക്കെ, എന്താ വർക്ക് ചെയ്യുന്നത്? ഡിസൈനിങ് ആണ്, ആർക്കിടെക്ട്. ഓക്കെ, അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലേ നിങ്ങളുടെ? ഇന്നലെ അല്ല, ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു അമർനാഥ് സർ. അപ്പം സർ സംസാരിച്ച പോലെ ജസ്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്തവരൊന്നും മുന്നോട്ട് വരാം കേട്ടോ. അഭിമന്യു കേൾക്കാവോ? സംസാരിക്കാൻ പറ്റുമോ അൺമ്യൂട്ട് ചെയ്തിട്ട്? അഭിമന്യു മുമ്പ് ഉണ്ടായിരുന്നതാ നമ്മളെ, പുതിയതല്ല. കുറെ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അതെ, ഓക്കെ ഓക്കെ. ജെസ്സി മാം, ജെസ്സി മാം ഹലോ, സംസാരിച്ചോളൂ മാം. നമസ്കാരം. എൻ്റെ പേര് ജെസ്സി എന്നാണ്. ഞാൻ കൊണ്ടോട്ടിക്ക് അടുത്താണ് സ്ഥലം. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാം ജോയിൻ ചെയ്തിട്ട് എത്ര ദിവസമായിട്ടുണ്ട്? 4 days കഴിഞ്ഞു. 4 days കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ മെഡിറ്റേഷൻ ആണെങ്കിലും ക്ലാസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെ പോകുന്നത്? എല്ലാം സൂപ്പറാണ്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അതെ, അപ്പൊ ഇനി മുതൽ അത് മാറിക്കോളും. കാരണം ഇപ്പൊ നിങ്ങൾ സംസാരിക്കാൻ മുന്നോട്ട് വന്നല്ലോ, ഇനി വിളിക്കാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ തീർച്ചയായും. ഓക്കെ, ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു ജെസ്സി മാം.
Then ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഹലോ ക്ലിയർ ചെയ്യാൻ ദിവ്യ മാം പറഞ്ഞോളൂ. ഹലോ യെസ്, ഒരു കാര്യം ചോദിക്കാനുണ്ട് മാം. അതെ, നമ്മള് റെയിൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മൾ എഴുതി തന്നെയാണോ അത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് മനസ്സിൽ നിന്ന്? അതെ, അത് എഴുതണം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ ചിന്തിക്കുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിക്കും. കാരണം ഇതിന് ഉത്തരം കിട്ടാതെ നമ്മൾ ഇങ്ങനെ ഒരു ചിന്തയോടൊപ്പം തന്നെ പല ചിന്തകളും കയറി വരും. പകരം നമ്മളത് എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, വൈ എന്ന് പറഞ്ഞ് എഴുതുക. ആ ദേഷ്യം വരാനുള്ള കാരണത്തിനെ കുറിച്ച് നമ്മൾ എഴുതി 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 തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടും. അത് പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അത് കുറച്ച് ദിവസം ഒന്ന് ഏത് ഫീലിംഗ് വന്നാലും, ബുദ്ധിമുട്ടിക്കുന്ന ഫീലിംഗ് വന്നാലും, സന്തോഷം വന്നാലും ഒക്കെ എഴുതി നോക്കുമ്പോൾ പിന്നീട് നമ്മളെ അത് ഓൺ ദ സ്പോട്ട് നമ്മളെ അത് റെസ്പോണ്ട് ചെയ്യാൻ വല്ലാതെ സഹായിക്കും. ഹീൽ ചെയ്യും നമ്മുടെ ക്ലാരിറ്റി കിട്ടും. അതെ, ക്ലാരിറ്റി കിട്ടും. എന്തുകൊണ്ട് എനിക്കിത് തോന്നി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. വേണ്ടിയിട്ടാണെങ്കിലും ക്യാമറ ഓൺ ചെയ്തു, അപ്പൊ കാണാൻ പറ്റി. മാക്സിമം നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് തന്നെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കട്ടെ. കാരണം നമ്മൾ കണ്ട് സംസാരിക്കുന്നതും കാണാതെ സംസാരിക്കുന്നതും രണ്ട് ടൈപ്പാണ്. അപ്പം ഈ മുതൽ എനിക്കറിയാം ലേഡീസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പറ്റുന്നവരെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്താൽ എങ്ങനെയാണെങ്കിൽ ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഞാൻ എപ്പോഴും വിചാരിക്കും പ്രവീണ മാമിന്റെ ക്ലാസ് കുറച്ചു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിലും, ഇത്തിരി നേരം കൂടി കൂട്ടി ഉണ്ടായിരുന്നെങ്കിലും. ഓക്കെ, ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഞാൻ പുതിയ മെമ്പറാണ്, ഇന്ന് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ വളരെ നന്നായിരുന്നു. ഞാൻ കണ്ണൂര് മട്ടന്നൂര്. എന്താ വർക്ക് ചെയ്യുന്നേ? ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബിൽഡറും കൂടിയാണ്. ഓക്കെ, താങ്ക് യു വിഷ്ണു. വിഷ്ണു സർ, താങ്ക് യു. ഇന്ന് ജോയിൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പം ഇനിയും ഇങ്ങോട്ട് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കാം. സംസാരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഡിസ്കഷന് വരുന്ന സമയത്തും ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാം. അപ്പം ഈ ഒരു സെക്ഷനിൽ പഴയ മെമ്പേഴ്സും ആണ് കൂടുതലായിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാറ്. അപ്പൊ ഇനി മുതൽ പുതുതായിട്ടുള്ളവരും പഴയ ആൾക്കാരാണെങ്കിലും ചോദിക്കേണ്ടതല്ല കേട്ടോ, എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇനി ആർക്കും ഒന്നും സംസാരിക്കാനോ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം അല്ലെ? എന്നാല്